ഇനി നമുക്ക് കാരിഫോറിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് റീഫർബിഷ്ഡ് അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാരിഫോർ മാർക്കറ്റ് പ്ലേസിലൂടെ സെൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂസ്ഡ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് എന്തായാലും പുതിയൊരു പ്രൊഡക്റ്റിന് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കാരണമാണ് കാരിഫോർ ഇത്തരത്തിലൊരു മെഷർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ലിസ്റ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കാരിഫോർ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കണ്ടീഷൻ ചോദിക്കും, ഏത് കണ്ടീഷനിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂസ്ഡ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് അല്ലെങ്കിൽ ന്യൂ എന്നുള്ള 3 ഓപ്ഷൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ന്യൂ അല്ലാതെ യൂസ്ഡ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് എന്നൊരു സ്റ്റാറ്റസിലുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവഞ്ച്വലി കാരിഫോർ തന്നെ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് എന്താണ് റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് എന്നുള്ളത് പറയാം. അപ്പോൾ യൂഷ്വലി ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാപ്ടോപ്സോ അല്ലെങ്കിൽ പ്രിൻറ്റേഴ്സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ ഞാനാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ അതിൻ്റെ സ്ക്രീന് ഡാമേജ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാരണം ഞാനത് എന്ത് ചെയ്തു, എൻ്റെ മാനുഫാക്ചറിന് തന്നെ റിട്ടേൺ ചെയ്തു. അവരത് എന്ത് ചെയ്തു, അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ സെല് ചെയ്യാണ്. അപ്പോൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതും എന്നിട്ട് അത് മാനുഫാക്ചറർക്ക് അല്ലെങ്കിൽ വെൻഡർക്ക് വേരിയസ് റീസൺ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് കൊണ്ട് മാനുഫാക്ചറിന് അല്ലെങ്കിൽ വെൻഡറിന് തന്നെ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം അവർ ഈ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫങ്ഷനാലിറ്റിയും, അതായത് ഇന്ന പ്രൊഡക്റ്റിന് എന്താണോ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി ഫങ്ഷനിങ് ആവുന്ന സമയം അതിന് ഡാമേജസ് ഒന്നും ഡിഫക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം പബ്ലിക്കിന് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒറിജിനൽ മാനുഫാക്ചറർ തന്നെയാണ് റിപ്പയർ ചെയ്യുന്നത്, അതിനുശേഷം അവരത് റീസെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് യൂസ്ഡ് പ്രൊഡക്ട്സ് ആണ്, അതായത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരാൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും എന്താ പറയുക റിപ്പയർസിന് ഒതുങ്ങുന്ന കാര്യങ്ങളുണ്ടായ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്ന കണ്ടീഷൻ തന്നെയായിരിക്കും, എന്തെങ്കിലും സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ ആയിരിക്കാം. അപ്പം അങ്ങനെ യൂസ്ഡ് കണ്ടീഷൻസിലുള്ള പ്രൊഡക്ട്സും നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കില്ല.